അൻമരിയ, ഇന്ന് രാവിലെ അൻമരിയ റിപ്പോർട്ട് ചെയ്തപ്പോഴും കൊച്ചി നഗരത്തെ സംബന്ധിച്ച് നഗരത്തിന്റെ പ്രധാനപ്പെട്ട പല മേഖലകളിലും വെള്ളം കയറി, അവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഏതാനും കടകളിൽ, ഏതാണ്ട് 10-12 കടകളിൽ വെള്ളം കയറിയിരുന്നു. രാവിലെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ അങ്ങേയറ്റം ബുദ്ധിമുട്ടായിരുന്നു. ശക്തമായ മഴ തുടർച്ചയായി പെയ്തു ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് ശേഷം കൊച്ചിയിൽ. ഏതൊക്കെ മേഖലകളിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്? എത്രത്തോളം ജനങ്ങളെ അത് ബുദ്ധിമുട്ടിച്ചു? കടകളിൽ വെള്ളം കയറിയ സാഹചര്യം ഉണ്ടായിരുന്നു, അതിലൊക്കെ മാറ്റമുണ്ടായിട്ടുണ്ടോ? വരും ദിവസങ്ങളിലും കനത്ത മഴയ്ക്കുള്ള സാഹചര്യം ഉണ്ടോ കൊച്ചിയിൽ? ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന അതിശക്തമായിട്ടുള്ള മഴ അതായിരുന്നു ഇന്ന് രാവിലെ അക്ഷരാർത്ഥത്തിൽ എറണാകുളം ജില്ലയെ മുഴുവനായിട്ടും ബാധിച്ചിരുന്നത്. ഈ ജോലിക്കും മറ്റു ആവശ്യങ്ങൾക്കുമായി വേണ്ടി പോകുന്നവർ അക്ഷരാർത്ഥത്തിൽ വലഞ്ഞു എന്ന് തന്നെ വേണം നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം എറണാകുളം ടോൾ ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മേഖലകളിലാണ് ഇന്ന് ശക്തമായിട്ടുള്ള മഴയിൽ അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടുണ്ടായത്. എറണാകുളം ടോൾ ജംഗ്ഷൻ, സ്റ്റേഡിയം റോഡ്, അതോടൊപ്പം തന്നെ ആലുവ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള വെള്ളക്കെട്ടാണ് ഉണ്ടായിരുന്നത്. പുളിഞ്ചോട് ഭാഗമാണ് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടത്. ആ മേഖലകളിലാണ് കടകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏകദേശം ആ ഭാഗങ്ങളിൽ 10ഓളം കടകളിലേക്കാണ് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നത്. 20ഓളം വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. ആ വീടുകളിലേക്ക് വെള്ളം കയറിയ ചില ആളുകളൊക്കെ ബന്ധുവീടുകളെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അല്പം ഒന്ന് മഴ മാറി നിൽക്കുകയാണ്. അത് ഇടവിട്ട് ശക്തമായിട്ട് പെയ്യുന്നുണ്ടെങ്കിൽ പോലും തുടർച്ചയായിട്ടുള്ള മഴ അത് എറണാകുളം ജില്ലയിൽ മുഴുവനായിട്ട് മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ എറണാകുളം ടോൾ ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വെള്ളം അല്പം ഇറങ്ങിയിട്ടുണ്ട്. ഒരു ആശ്വാസമാണ് അതിൽ. പക്ഷേ ഈ രീതിയിൽ മഴ ഇടവിട്ടാണെങ്കിൽ പോലും അതിശക്തമായിട്ടുള്ള മഴ ഇന്ന് രാത്രിയും ഉണ്ടായെങ്കിൽ വീണ്ടും വെള്ളം കയറാനുള്ള സാഹചര്യം അത് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാനുള്ള സാഹചര്യം ഏറെയാണ്. മലയോര മേഖലകളിലും ശക്തമായിട്ടുള്ള മഴയാണുള്ളത്. പെരുമ്പാവൂർ പോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം അതിശക്തമായിട്ടുള്ള മഴ അത് ഇന്നലെ രാത്രി മുതൽ തന്നെ പെയ്യുന്നുണ്ട് എന്നാണ് അവിടെ നിന്ന് നമുക്ക് അറിയാനായിട്ട് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ മലയോര മേഖലകളിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ് എങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ കണക്കിലെടുത്ത് അവരുടെ ആ പ്രദേശങ്ങളിൽ നിന്നുമെല്ലാം മാറി താമസിക്കണമെന്നുള്ള ഒരു ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് ഈ നായരമ്പലം പോലെയുള്ള ഭാഗങ്ങളിലുള്ളവരോടും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലാക്രമണം അതിരൂക്ഷമാകുകയാണ് എങ്കിൽ ക്യാമ്പുകൾക്ക് ഉൾപ്പെടെ മാറി താമസിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അവിടേക്ക് ഉൾപ്പെടെ മാറ്റേണ്ട രീതിയിലുള്ള ചിന്തയും ജില്ലാ ഭരണകൂടത്തിന്റെ മുൻപിലുണ്ട്. ഈ ശക്തമായിട്ടുള്ള കാറ്റും എറണാകുളം ജില്ലയിലെ കഴിഞ്ഞ മഴകളിലെല്ലാം നമ്മൾ കണ്ടതാണ്. എറണാകുളം ജില്ലയെ ഏറ്റവും കൂടുതൽ വലച്ചിരുന്നത് ഈ വെള്ളക്കെട്ടും അതിശക്തമായിട്ടുള്ള കാറ്റുമായിരുന്നു. അപ്പോൾ ഈ കാറ്റുണ്ടാവാനുള്ള സാധ്യത മുൻപിൽ കണ്ടുകൊണ്ട് അതിനും ഒരു ജാഗ്രത നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഈ വലിയ മരങ്ങളുടെ ഇടയിൽ താഴെയെല്ലാം നിൽക്കുന്നവരോട് അവിടെ നിന്ന് ആ രീതിയിൽ നിൽക്കരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുൾപ്പെടെ ഒരു വിലക്കും എന്തായാലും നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിലേക്കുള്ള യാത്രാ നിരോധനം ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ രാത്രിയിലൊക്കെ ശക്തമായിട്ടുള്ള മഴ പെയ്യുകയാണെങ്കിൽ ആ രീതിയിലുള്ള ഒരു നിരോധനം വരാനുള്ള സാധ്യതയും ഏറെയാണ്. എന്തായാലും എറണാകുളം ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന മഴ അതിപ്പോഴും ഇടവിട്ടുണ്ട്. പക്ഷേ രാവിലെ ഉണ്ടായിരുന്ന മഴയിൽ നിന്നും അല്പം ഒന്ന് മഴ കുറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമാണ് ജി കെ.